പക്ഷെ ഇങ്ങനെ കർത്താവിൻ്റെ കൈ നമ്മളിലേക്ക് നീണ്ടു വരണമെങ്കിൽ കർത്താവിൽ എന്ത് ഒരു മാറ്റം ഉണ്ടാകണം? ദൈവത്തിന് മാറ്റം ഉണ്ടാവത്തില്ലെന്ന് നമുക്കറിയാം. അബ്സ്ട്രാക്റ്റ് പ്യുവറായിട്ടെന്നൊക്കെ ഞങ്ങൾ ഫിലോസഫി പഠിക്കും. പക്ഷേ മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങളുടെ മേലെ തീരുമാനമെടുക്കുന്നത് ദൈവത്തിൻ്റെ ബുദ്ധിയല്ല, ദൈവത്തിൻ്റെ ഹൃദയമാണ്. ഹൃദയത്തിനെ സംബന്ധിച്ചിടത്തോളം അത് മാറ്റത്തിന് വിധേയമാണ്. അതുകൊണ്ടാണ് മോശസ് പ്രാർത്ഥിച്ചപ്പോഴേ കർത്താവ് തീരുമാനത്തിൽ നിന്ന് മാറിയെന്നൊക്കെ പറയത്തില്ലേ? കർത്താവ് മോശസ് പ്രാർത്ഥിച്ചപ്പോഴേ പ്രാർത്ഥിക്കേണ്ടവൻ പ്രാർത്ഥിച്ചാൽ കർത്താവ് തീരുമാനം, ഇസ്രായേലിനെ ശിക്ഷിക്കണമെന്നുള്ള തീരുമാനത്തിൽ നിന്ന് കർത്താവ് മാറി. അപ്പോൾ ദൈവത്തിന് മാറ്റം ഉണ്ടാകണേ എങ്ങനെയാ? കർത്താവിൻ്റെ കൈ നിൻ്റെ രോഗങ്ങളിലേക്ക്, കടങ്ങളിലേക്ക് ഇങ്ങനെ അടുത്ത് വരണത് എങ്ങനെയാ? ബൈബിൾ പറയും അവന് കരുണ തോന്നുമ്പോഴാണെന്ന് പറയും, അല്ലേ? കർത്താവിന് കരുണ തോന്നി കൈ നീട്ടിയെന്നാണ് ബൈബിൾ പറയണത്. മർക്കോസിൻ്റെ സുവിശേഷം 1:41. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 41-ാം വാക്യം വളരെ സിമ്പിളാണ്. കുഷ്ഠരോഗിയോടാണ്, കർത്താവ് അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ. അപ്പോൾ കർത്താവിൻ്റെ രണ്ട് കാര്യങ്ങളാണ്. മനസ്സില്ലാത്ത അവസ്ഥയും വരാം, മനസ്സുള്ള അവസ്ഥയും വരാം. അപ്പോൾ നമ്മളെ കാണുമ്പോൾ ദൈവത്തിന് മനസ്സുണ്ടാവണം, അല്ലേ? മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും. ഇപ്പോൾ ദൈവത്തിന് മനസ്സ് വരുത്താൻ എന്താ മാർഗം? ഇപ്പം കർത്താവിൻ്റെ കൈ നീണ്ടു വന്നത് എങ്ങനെയാ? മർക്കോസ് 1:41 കരുണ തോന്നിയപ്പോഴാണ്. നമ്മളെ കണ്ട കർത്താവിന് കരുണ തോന്നണം. ഒരുത്തൻ ജില്ലയെ അള്ളിപ്പിടിച്ചിരുന്നില്ലേ? 12 സിഗരറ്റൊക്കെ 2-3 കൂട് സിഗരറ്റ് ഒരു ദിവസം വലിക്കുന്ന മകൻ, അവനെ വിളിച്ചപ്പോൾ അവൻ വന്നല്ല, അമ്മ വിളിച്ചപ്പോൾ വന്നില്ലേ? ചില്ലയിൽ അള്ളിപ്പിടിച്ചിരുന്നെന്നല്ലേ പറയണത്. എന്നിട്ട് പറഞ്ഞു, മകനെ അമ്മയുടെ പെട്ടിയിട്ടും പോടാ. അമ്മയോട് പറഞ്ഞ് കണ്ണുനീരോടെ, ഇനി ഒരിക്കലും ഇതിലേക്ക് വന്ന് വീഴാൻ എന്നെ അനുവദിക്കല്ലേ എന്ന് ഇപ്പം കരുണ കാണിച്ച്. അതൊക്കെ ഭയങ്കരമായ സംഭവമല്ലേ ശരിക്കും? ദൈവത്തിന് കരുണ തോന്നി അവനോട്. കാര്യം എന്താ? അവരുടെ വർത്തമാനം കേട്ടപ്പോഴാണ് കരുണ തോന്നണത്. എന്നിട്ട് അവരുടെ വിശ്വാസമില്ലേ? കർത്താവ് എപ്പോഴും കാണുന്ന ഒരു സംഭവമുണ്ട്. എന്താ? തളർവാദ രോഗി കട്ടിലോട് കൂടെ താഴേക്ക് ഇറക്കിയപ്പോൾ എന്താ പറയണത്? 2:9 മർക്കോസിൻ്റെ സുവിശേഷത്തിൽ കർത്താവ് അവിടെ വിശ്വാസം കണ്ട് എന്നാ പറയണത്, അല്ലേ? വിശ്വാസം കാണുകയും ചെയ്യാം, വിശ്വാസം കേൾക്കുകയും ചെയ്യാം. ഇപ്പോഴേ വിശ്വാസം കേൾക്കുകയാണ് ചെയ്യണത്. വിശ്വാസം കണ്ടാലും വിശ്വാസം കേട്ടാലും ദൈവത്തിൻ്റെ കൈ നീണ്ടു വരണമെങ്കിൽ നമ്മളോട് തോന്നേണ്ടത് എന്താ? കരുണയാണ്. കരുണ തോന്നണം. കർത്താവിന് നമ്മോട് കരുണ തോന്നണമെങ്കിൽ എന്ത് സംഭവിക്കണം? കർത്താവ് പറഞ്ഞില്ലേ, നിങ്ങൾക്ക് കരുണ തോന്നിയാൽ എനിക്കും കരുണ തോന്നും. നമുക്ക് കരുണ തോന്നിയാലേ, അതല്ലേ ദുഷ്ടഭൃത്യ, ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീ നിൻ്റെ സഹഭൃത്യനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിന് നമ്മോട് കരുണ തോന്നാനുള്ള കാരണം എന്താ? മത്തായിയുടെ ശ്ലീഹായുടെ സുവിശേഷം 18:33. മത്തായി 18:33 എന്താണ്? നമ്മൾ ഇപ്പം നിങ്ങൾ ഉടമ്പടി പ്രകാരം കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കാരുണ്യ പ്രവൃത്തി തന്നെ 2 തരമുണ്ട്. ആധ്യാത്മികമുണ്ട്, ശാരീരികമുണ്ട്. എനിക്ക് വിശന്ന് നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു, ഞാൻ നഗ്നനായിരുന്നു നിങ്ങളെന്നെ ഉടുപ്പിച്ചു, ഞാൻ രോഗിയായിരുന്നു നിങ്ങളെന്നെ സന്ദർശിച്ചു എന്ന് പറയുന്നത് ശാരീരിക കാരുണ്യ പ്രവൃത്തിയാണ്. ആ ശാരീരിക കാരുണ്യ പ്രവൃത്തി ചെയ്യുമ്പോൾ
നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടണമെന്ന് നിർബന്ധമില്ല. എന്താ കാര്യം? ഉടമ്പടി എടുത്തതിൻ്റെ പ്രകാരമായിട്ട് നിങ്ങൾ കർത്താവിനെ ഒപ്പിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടി എന്തെങ്കിലും ഇനി വല്യപ്പനെ കുളിപ്പിക്കണമല്ലോ, നാശം. ഉടമ്പടി എടുത്തു പോയതിൻ്റെ പേരിൽ കുളിപ്പിച്ചുകൊണ്ട് വരുമ്പോൾ പ്രശ്നം. ഇപ്പം നിങ്ങളുടെ അമ്മായിയപ്പൻ അല്ലെങ്കിൽ അപ്പൂപ്പൻ വ്രണം പിടിച്ച് കുളിക്കാതെയും പല്ല് തേക്കാതെയും ബോധമില്ലാതെയും ഈ പ്രാഥമിക കാര്യങ്ങളൊക്കെ കട്ടിലേസ് തന്നെ സാധിച്ച് അകൃതം പിടിച്ച് കിടക്കുകയാണ്. ഇയാളെപ്പോയി കുളിപ്പിക്കാനാണ് ഉടമ്പടി പറഞ്ഞിരിക്കുന്നത്. ഇയാളെപ്പോയി കുളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. കാരുണ്യവാ. രോഗിയെ സന്ദർശിക്കുന്നത് എന്താണ്? കാരുണ്യ പ്രവൃത്തിയാണ്. നിങ്ങളെ പത്രം കൊണ്ട് കൊടുക്കണില്ലേ? അത് എന്തിനാണ്? ഈശോനെ അറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക. അതും കാരുണ്യ പ്രവൃത്തിയാണ്. എന്താ? കർത്താവിന് അവർക്ക് കൊടുക്കുക എന്നുള്ള, അറിയാത്തവർ അറിയിക്കുക എന്നുള്ള ആത്മാവിനോടുള്ള കാരുണ്യ പ്രവൃത്തിയാണത്. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കാരുണ്യ പ്രവൃത്തിയാണ്. പക്ഷേ ഈ കാരുണ്യ പ്രവൃത്തി ആത്മാവിനോട് ചെയ്താലും ശരീരത്തോട് ചെയ്താലും നമ്മുടെ ഉള്ളിൽ എന്താണ് വേണ്ടത്? കാരുണ്യം വേണം. അല്ലാതെ നമ്മൾ ദൈവത്തോടൊരു എഗ്രിമെൻ്റ് ചെയ്തിട്ടുണ്ട്, ആ കരാർ പ്രകാരം ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്ത് ഒപ്പിച്ച് വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കാരുണ്യം ഉണ്ടാവണം നിർബന്ധമില്ല. ആദ്യം പ്രാർത്ഥിക്കേണ്ടത് എന്താ? ഇത് ചെയ്യാനുള്ള കാരുണ്യം തരണമെന്ന് പ്രാർത്ഥിക്കണം. എന്താ? ഉടമ്പടി ഇല്ലെങ്കിലും ചെയ്യണം. മനസ്സിലായില്ലേ? ഒരു കാര്യം നീ ചെയ്യുമ്പോൾ ഓർക്കണം, ഉടമ്പടി ഇല്ലെങ്കിൽ ഞാനിത് ചെയ്യുമോ എന്ന് ഓർക്കണം. കർത്താവിനോട് ഉടമ്പടി ഒരു കൊല്ലത്തേക്കല്ലേ വേണ്ടത്. ഇപ്പോൾ ഉടമ്പടി കഴിഞ്ഞിട്ട് നിങ്ങൾ ജീവിച്ചിരിക്കുമല്ലോ, ഇല്ലേ? ഇപ്പോൾ ഉടമ്പടി ഇല്ലെങ്കിലും ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമോ? ചെയ്യുമെന്നാണ് നമ്മൾ അന്തരംഗം പറയുകയാണെങ്കിൽ നമുക്ക് കാരുണ്യം കിട്ടിയെന്നതിൻ്റെ അർത്ഥം. ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ ദൈവമേ, അങ്ങയോടുള്ള കരാറിൻ്റെ അപ്പുറത്ത് അങ്ങയുടെ സ്നേഹത്തെ പ്രതി ആത്മാവിനോടും ശരീരത്തോടും കാരുണ്യം കാണിക്കാൻ അതുവഴി ദൈവത്തിൻ്റെ കൃപയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. അങ്ങനൊരു വചനമുണ്ട്. എപ്പോഴും നമ്മൾ ചിന്തിക്കണം, നമ്മൾ ഉടമ്പടിയിൽ എന്തെഴുതിയിട്ടാലും മനുഷ്യൻ്റെ ആഗ്രഹമോ ദൈവമല്ല, ആഗ്രഹമോ പ്രവൃത്തിയോ അല്ല. ഒന്ന് പറഞ്ഞ്, മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രവൃത്തിയോ അല്ല, ദൈവത്തിൻ്റെ കൃപയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. റോമാലേഖനമാണ് 9:16. റോമ 9:16. ഒന്ന് പറഞ്ഞ്, മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രവൃത്തിയോ അല്ല, ദൈവത്തിൻ്റെ കൃപയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. അപ്പോൾ എപ്പോഴും കളി അറിഞ്ഞാണ് കരുക്കൾ നീക്കേണ്ടത്. വചനം പഠിക്കണത് എന്തിനാ? വചനം പഠിക്കേണ്ട ഉദ്ദേശം, ഇപ്പം തന്നെ ഉദാഹരണം, നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഉടമ്പടിയിൽ എഴുതി വെക്കുന്നു, അല്ലേ? അപ്പോൾ അച്ഛന് പറയാനുള്ളത് എന്താണെന്നറിയാമോ? ഈ ഉടമ്പടിക്ക് പുറത്ത് ഒത്തിരി കാര്യങ്ങൾ ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നിങ്ങളുടെ കാൽക്കുലേഷനിൽ വന്ന മിസ്കാൽക്കുലേഷനാണ്, നിങ്ങളുടെ കണക്കൂട്ടലിൽ വന്ന ചെറിയ പെശക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രയോറിറ്റി തീരുമാനിക്കുന്നതിൽ, പ്രയോറിറ്റി എന്ന് പറയുന്നത് എന്താണ്? മുൻഗണന തീരുമാനിക്കുന്നതിൽ ഒരു മെഡിറ്റേഷൻ ഇല്ലാതെ വന്നുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. മുൻഗണന തീരുമാനിക്കുമ്പോൾ, ആവശ്യങ്ങളുടെ മുൻഗണന ഇല്ലേ, അത് തീരുമാനിക്കുമ്പോൾ ഒരു ചെറിയൊരു ധ്യാനം വേണം, ഇരുന്ന് ആലോചിച്ചിട്ട് വേണം അത് ചെയ്യാൻ. കാര്യം ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ മുൻഗണന നല്ലവണ്ണം അറിയാം. ഇപ്പം അച്ഛനിടയ്ക്ക് പറയാം, 5 സെൻറ്റ് സ്ഥലം നിങ്ങളുടെ, ഇപ്പോൾ ഉടമ്പടി എഴുതിയിരിക്കുന്ന കാര്യത്തിൽ വീടിൻ്റെ വാതിൽക്കൽ കൊടുക്കാൻ 5 സെൻറ്റ് സ്ഥലത്തിൻ്റെ കാര്യം ഉടമ്പടിയിലില്ല. കാരണം ഒരു ചേച്ചി സാക്ഷ്യം എന്താ പറഞ്ഞത്? അയൽവാസിക്ക് അങ്ങനെ ഒരു സ്ഥലം പട്ടണത്തിലുണ്ടെന്നുള്ളത് ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടിയിരുന്നത് എന്താണ്? പട്ടണത്തിലൊരു ബേക്കറിയാണ് വേണ്ടിയിരുന്നത്. അപ്പോൾ അറിവിൻ്റെ പരിമിതികളുണ്ട്. പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് പിറ്റേ ദിവസം
ഈ പട്ടണത്തിൽ അവർക്ക് ബേക്കറി കിട്ടും. അതെന്താ കാര്യം? ദൈവത്തിന് അറിയാവുന്ന അനുസരിച്ച് കൊണ്ട് അത് ക്രമീകരിക്കുന്നതാണ്. ഇപ്പം നമ്മൾ എഴുതുമ്പോൾ 6 കാര്യം എഴുതാൻ പറഞ്ഞു. 6 കാര്യം എന്താ എഴുതാൻ പറയാൻ കാരണം? 6 കൽഭരണിയാണ്. ഇപ്പം ചില അച്ഛന്മാർ ചോദിച്ചേ 3 പാപം ഉപേക്ഷിച്ചാൽ മതിയാ, ബാക്കി പാപം എല്ലാം ചെയ്യാവാന്ന്. ഓരോ അച്ഛന്മാർ ഓരോ ചോദ്യം ചോദിക്കുന്നതാണ്. ഞാൻ പറഞ്ഞ 3 പാപമല്ല, 3 മാസം കൂടുമ്പോൾ 3 പാപങ്ങൾ, അങ്ങനെ 1 കൊല്ലമാകുമ്പോൾ 12 പാപങ്ങൾ ഉപേക്ഷിക്കണം. അതിൻ്റെ അകത്ത് 4 തലപ്പെട്ട ദോഷങ്ങളാണ്. ഒരു 12 പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഉപേക്ഷിച്ച് കഴിയുമ്പോൾ തന്നെ ആരാകും? നമ്മളൊരു വേദസാക്ഷിയാകും. ഉടമ്പടി നിങ്ങളെ ഒരു വിശ്വാസിയെ വിശുദ്ധനാക്കി മാറ്റും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും കാർക്കശ്യം എടുക്കുന്നത്. എന്താ വെച്ചാൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇതാണ് ദൈവഹിതം, നിങ്ങളുടെ വിശുദ്ധീകരണം. ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് 1 തെസ്സലോനിക്ക 5:19 അനുസരിച്ച് കൊണ്ട്, അല്ല 3:19 അനുസരിച്ച് കൊണ്ട് ദൈവ തിരുസന്നിധി നമ്മൾ വിശുദ്ധിയുള്ളവരായി തീർന്നാൽ പിന്നെ എന്താ നിസ്സാരമല്ലേ കാര്യങ്ങൾ? എബ്രാഹത്തിനോടും പറഞ്ഞതും മോസസിനോടും പറഞ്ഞതും ഈശോ വന്നപ്പോൾ പറഞ്ഞതും എല്ലാം ഒന്നാണ്. എന്താണ്? നീ എൻ്റെ മുമ്പാകെ നടക്കുക, വിശുദ്ധിയുള്ളവനാവുക. ഉടമ്പടി നിങ്ങളെ വിശുദ്ധരാക്കും. അപ്പം നിങ്ങൾ ഉടമ്പടി ചെയ്യുന്ന ആൾക്കാരെല്ലാവരും വിശുദ്ധി കർത്താവിൻ്റെ വചനങ്ങളിൽ നമ്മളെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ എബ്രഹാത്തിനോട് പറഞ്ഞു നീ എൻ്റെ മുമ്പാകെ നടന്ന് വിശുദ്ധിയുള്ളവനാകാൻ പറഞ്ഞു. അപ്പോൾ നമ്മളത് എപ്പോഴും ധ്യാനിക്കുന്ന വിഷയമാണ്. എന്താ? എബ്രഹാത്തിന് വാഗ്ദാനം കൊടുത്ത്, സ്ഥലവും കൊടുത്ത്, സന്താനവും കൊടുത്ത്. എബ്രഹാത്തിന് വേണ്ടിയിരുന്നത് എന്താ? സ്വന്തമായൊരു സ്ഥലവും സ്വന്തമായ സന്താനവും. ഇപ്പോൾ സ്വന്തം കാര്യങ്ങൾക്ക് പ്രാധാന്യമുണ്ട് ഇല്ലേ? നമ്മളെ സ്വന്തം കാര്യങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. എബ്രഹാത്തിന് പറഞ്ഞു എനിക്ക് സ്വന്തമായ സ്ഥലവും സ്വന്തമായ സന്താനവുമാണ്. അപ്പം ഞാൻ എപ്പോഴും മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാനൊരു വാക്ക് ചേർത്ത് പ്രാർത്ഥിക്കും. എന്താ? കർത്താവേ, ഇവരുടെ രക്തത്തിൽ തന്നെ അവർക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കാൻ പറയും. എന്നുവെച്ചാൽ ഞാൻ അഡോപ്ഷൻ പോലും അംഗീകരിക്കത്തില്ല. ഒരു നിവർത്തിയ ലാസ്റ്റ് ഓപ്ഷനായിട്ടാണ് നമ്മൾ ദത്തിലേക്ക് പോണത്. ദത്തെടുക്കുന്നത് ലാസ്റ്റ് ഓപ്ഷനാണ്. നമുക്ക് അവകാശമുണ്ട്. ഉടമ്പടി എപ്പോഴും വരണത് എന്താ? അത് അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥനയല്ല, അത് അവകാശത്തിൻ്റെ പ്രാർത്ഥനയാണ്. ഉടമ്പടി ചെയ്യുമ്പോൾ നമ്മൾ ആരായി മാറും? അവകാശിയായിട്ടാണ് മാറുന്നത് ഇല്ലേ? കാര്യം എന്താണ്? വാഗ്ദാനങ്ങൾ പ്രാപിക്കുന്നത് ആരാണ്? അവകാശിയാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ പ്രാപിക്കുന്നത് ആരാ? അവകാശിയാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ എങ്ങനെയാണ് പ്രാപിക്കുന്നത്? എബ്രാഹാം എങ്ങനെയാണ് പ്രാപിച്ചത്? വിശ്വാസം കൊണ്ടാണ്. വിശ്വാസം കൊണ്ട് വാഗ്ദാനങ്ങളെ പ്രാപിക്കുമ്പോൾ അവൻ അവകാശിയായി മാറുകയാണ്. ഉടമ്പടി ഒരു അനുഗ്രഹത്തിൻ്റെ ഭിക്ഷാന്തേഹിയായിട്ട് നിങ്ങൾ മാറ്റത്തില്ല. ഉടമ്പടി നിങ്ങൾ ദൈവത്തിൻ്റെ അവകാശിയായി മാറ്റുമ്പോൾ ഉടമ്പടി നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാക്കി മാറ്റും. കൈ അടിച്ച് കർത്താവ് വിശ്വാസമാണ് കൊടുക്കണം. ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലെ ഞാനൊരു കുഞ്ഞിനെ എഴുത്ത് തുടങ്ങിച്ച് മിശിക തുണയ്ക്ക ആദ്യ അക്ഷരം കുറിച്ച വിശേഷങ്ങൾ ഇവിടെ ഞായറാഴ്ച പ്രസംഗത്തിൽ സൂചിപ്പിച്ചപ്പോൾ നമ്മുടെ ബ്രിട്ടാസച്ചനില്ലേ, പണ്ട് ഇവിടെ ജോലി ചെയ്ത് ഇപ്പോൾ സ്വിറ്റ്സർലൻഡ് മാതാവിൻ്റെ ഇവിടെ വർക്ക് ചെയ്യുക. ബ്രിട്ടാസച്ചൻ ഈ പ്രോഗ്രാം ലൈവായിട്ട് കണ്ടിട്ട് എഡിവേറ്ററിനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ ആ പറഞ്ഞത് കുറച്ചുകൂടി വിശദീകരിച്ച് പറയണമെന്ന്. എന്താ സംഭവിച്ചത്? എഴുത്ത് തുടങ്ങിച്ചപ്പോൾ സംഭവിച്ചത് കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയ്ക്ക് എഴുത്ത് തുടങ്ങിച്ചപ്പോഴേ ഒരു നവീൻ കൃഷ്ണ എന്ന് പറഞ്ഞ കുഞ്ഞിനെ എഴുത്ത് തുടങ്ങിച്ച്. അപ്പോൾ നവീൻ കൃഷ്ണൻ എൻ്റെ മടി കൊണ്ടുവന്ന് അപ്പനും അമ്മയും വെക്കുമ്പോഴേ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ? അച്ഛാ, നമ്മുടെ അൾത്താറിൽ നിന്ന് മാതാവ് തന്ന കുഞ്ഞാണെന്ന് പറഞ്ഞു. നമ്മുടെ അൾത്താറിൽ നിന്ന് മാതാവ് തന്ന കുഞ്ഞാണെന്ന്. അപ്പോൾ ഞാൻ ഈ കുഞ്ഞിനെ എപ്പോൾ കിട്ടിയെന്ന് ചോദിച്ചു. ഇതിനെ ഞങ്ങൾ ഉടമ്പടി ചെയ്ത് വാങ്ങിച്ചതാണ്. അപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമായി. കാര്യം ഉടമ്പടി തുടങ്ങിയത് നവംബർ മാസം 2015 അപ്പോൾ നവംബർ മാസം 2015 ഉടമ്പടി തുടങ്ങിയത്. അപ്പോൾ ഡിസംബറിലാണ് ഇവർ ഉടമ്പടി ചെയ്തത്.
അപ്പോഴീ ഡിസംബറിൽ ഉടമ്പടി ചെയ്യുമ്പോൾ ഇന്നിപ്പോൾ ഉടമ്പടി ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5 മണിക്കൂർ ആണ് ശുശ്രൂഷയുടെ സമയമെന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്നലെ രാവിലെ വന്നവർ രാത്രിയാണ് പോയത്. 1300 പേരാണ് ഇന്നലെ ഉടമ്പടി ചെയ്തത്. നേരത്തെക്കാർ 300-ലാണ് പോയിക്കൊണ്ടിരുന്നത്. ഇന്നലെ ഫ്രീ ഡേറ്റ് ആയ കാരണം 1300 പേരാണ്. അപ്പോൾ ഇവർ ഉടമ്പടി ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് എത്ര പേരാണെന്ന്? 5 പേര്. 2015 ഡിസംബർ മാസം ഈ നവീൻ കൃഷ്ണയുടെ മാതാപിതാക്കന്മാർ ഉടമ്പടി ചെയ്യുമ്പോൾ 5 പേരാണ് ഉണ്ടായത്. ഒരു തിരക്കുമില്ലായിരുന്നു. ഞങ്ങൾക്കൊക്കെ ഉടമ്പടി കിട്ടിയിട്ട് അമ്മ ഇതിനെക്കുറിച്ച് എല്ലാ വശങ്ങളും അറിയാൻ പാടില്ലാത്തൊരു കാലമായിരുന്നു. അതിൻ്റെ സ്കെൽട്ടം മാത്രമേ അമ്മ തന്നുള്ളായിരുന്നു. വിശുദ്ധീകരിക്കുക, ദൈവം ശക്തീകരിക്കുക എന്നുള്ളത് മാത്രമേ അന്ന് പറഞ്ഞുള്ളായിരുന്നു. അപ്പോഴേ അത് രൂപപ്പെട്ട് വന്നപ്പോഴേ ഈ മാതാപിതാക്കന്മാരെ ഇപ്പോൾ ഇന്ന് 6 കൊല്ലമായിട്ട് മക്കളില്ലാത്തവർ ഇത് സാക്ഷ്യം പറഞ്ഞല്ലേ. 38 വർഷമായിട്ട് കല്യാണം കഴിക്കാത്തവർ ഇന്ന് സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ ഈ മാതാപിതാക്കന്മാർ 6 വർഷമല്ല, നവീൻ കൃഷ്ണയുടെ മാതാപിതാക്കന്മാർ 20 വർഷമായിട്ട് മക്കളില്ലാത്തവരാ. 20 വർഷമായിട്ട് മക്കളില്ലാത്തവരാ. അപ്പോഴവർ 20 വർഷം എന്ന് പറയുമ്പോൾ നമുക്കിന്ന് ലഭ്യമായിട്ടുള്ള എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് അവസാനം പരാജയപ്പെട്ട് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വന്ന് അഭയം പ്രാപിക്കുമ്പോൾ ഉടമ്പടി ചെയ്യണവർ ഉടമ്പടി ചെയ്യുമ്പോൾ കർത്താവിൻ്റെ ഈ കല്ലിൽ നിന്ന് എബ്രഹാത്തിൻ്റെ സന്തതികളെ, ഇപ്പോൾ മത്തായി 3:9 നമ്മൾ എന്താ പറയണത്? ഈശോ എന്നാ പറഞ്ഞത്? ഈ കല്ലിൽ നിന്ന് എബ്രഹാത്തിൻ്റെ സന്തതികളെ ജനിപ്പിക്കാൻ ദൈവത്തിന് കഴിയും. ഒന്ന് പറഞ്ഞ്, ഈ കല്ലിൽ നിന്ന് എബ്രഹാത്തിൻ്റെ സന്തതികളെ ജനിപ്പിക്കാൻ ദൈവത്തിന് കഴിയും. എബ്രഹാത്തിൻ്റെ സന്തതികൾ എന്ന് പറയുന്നത് ആരാ? നവീൻ കൃഷ്ണയും ഇവിടെ സാക്ഷ്യം പറഞ്ഞ മുസ്ലിം സഹോദരങ്ങളും അതുപോലെ എല്ലാ ഹൈന്ദവ സഹോദരങ്ങളും ക്രൈസ്തവരും എല്ലാവരും എബ്രഹാത്തിൻ്റെ സന്തതികളാണ്. എങ്ങനെയാണത്? എബ്രഹാത്തിൻ്റെ വിശ്വാസത്തിൽ നമ്മൾ പങ്കെടുക്കുമ്പോഴാണ് നമ്മൾ എബ്രഹാത്തിൻ്റെ സന്തതികളായി മാറുന്നത്, ഇല്ലേ? ഇപ്പം ഈശോ എന്നാ പറഞ്ഞത്? ഈ കല്ലിൽ നിന്ന്, കല്ലാണെന്ന് വിചാരിച്ചോ, ശരീരം കല്ലാണെന്ന് വിചാരിച്ചോ, അവിടെ ബീജവുമില്ല, അണ്ടവുമില്ല. ഉള്ള ബീജത്തിന് ഓട്ടവുമില്ല, ഉള്ള ബീജത്തിന് മൂമെൻസുമില്ല, ഒന്നുമില്ല, കല്ലാണ്. ചില പറയാം, അച്ഛാ പീരീഡ്സ് ആയിട്ട് തന്നെ 6 മാസമായെന്ന് പറയും. അതേതാണ്ട് പീരീഡ്സ് തീർന്നു പോയ ഒരവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. ഡോക്ടർമാർക്കും കൺഫ്യൂഷനാണെന്ന് പറയും. അപ്പം കല്ലാണ് ശരീരം. അതിൻ്റെ എല്ലാവിധ സ്വാഭാവികമായ പ്രതിദിന പ്രവണതകളെല്ലാം അങ്ങ് ഷട്ട് ഡൗൺ ചെയ്തിരിക്കുകയാണ്. കല്ലാണ്. പക്ഷെ കല്ലാണെങ്കിലും അൾത്താരെ അവസാനത്തെ അഭയമാണ്. എന്താണ്? കർത്താവ് നമുക്കൊരു വാഗ്ദാനം തന്നിട്ടുണ്ട്. നിൻ്റെ ശരീരം കല്ലാണെങ്കിലും ഈ കല്ലിൽ നിന്ന് എബ്രഹാത്തെ സന്തതി ജനിപ്പിക്കാൻ ദൈവത്തിന് കഴിയും. നമ്മളെപ്പോഴും വിചാരിക്കേണ്ടത്, അമ്മ ഒരു വിഷയത്തിൻ്റെ സങ്കീർണത അമ്മ മനസ്സിലാക്കിയെന്ന് ദൈവം മനസ്സിലാക്കാൻ വേണ്ടി അമ്മ ഒരു കാര്യം പറഞ്ഞു. എന്താണ്? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പോൾ ഈ വിഷയത്തിൻ്റെ സങ്കീർണത, ഇതിൻ്റെ അമ്മയുടെ അവസ്ഥ എന്താണെന്ന് അമ്മ അതിൻ്റെ രൂക്ഷത മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ദൈവം അറിയാൻ വേണ്ടി അമ്മയുടെ ഉള്ളമ്മ പങ്കുവെച്ചതാണ്. അപ്പം എനിക്കറിയാം, എന്നെ സംബന്ധിച്ചിടത്തോളം നിത്യകന്യയായി ജീവിക്കാനുള്ള സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ ഒരു ആഗ്രഹമാണ് മനസ്സിൽ കൊണ്ടുനടന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പുരുഷനെ അറിയുക എന്നുള്ള ഒരു വിഷയവുമായി എൻ്റെ ജീവിതത്തിന് വലിയ ബന്ധമില്ല. പിന്നെ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചപ്പോഴേ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും എന്ന് പറഞ്ഞു. പിന്നെന്താ പറഞ്ഞത്? അത്യുന്നതൻ്റെ ശക്തി. ലൂക്കാ 1:35 എന്ന് പറഞ്ഞ അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കും. അപ്പം അത്യുന്നതൻ്റെ ശക്തിയുടെ പ്രത്യേകത എന്താണ്? നമ്മളിൽ പ്രവർത്തിക്കുന്നതാണ്, ഇല്ലേ? ഇപ്പം ലൂക്കാ 1:35 അനുസരിച്ച് കൊണ്ട്
അത്യുന്നതൻ്റെ ശക്തി എന്ന് പറയുന്നത് ഇങ്ങനെ എന്താണ് അൺമൂഡ് മോറായിട്ട് അബ്സ്ട്രാക്റ്റായിട്ടായിട്ട് ഇരിക്കുകയില്ല. അത്യുന്നതൻ്റെ ശക്തിയുടെ പ്രത്യേകത നമ്മളിൽ പ്രവർത്തിക്കുകയാണ്. എൻ്റെ മക്കളത് മനസ്സിലാക്കണം. അത് ശരീരത്തിലായാലും ഇൻ്റർവ്യൂവിനായാലും ടെസ്റ്റിനായാലും എവിടെയായാലും ഈ സംഭവം പ്രവർത്തിക്കും. അത്യുന്നതൻ്റെ ശക്തി ഒന്ന് പറഞ്ഞേ, നിന്നിൽ പ്രവർത്തിക്കും. ഒന്നുകൂടി പറഞ്ഞേ, അത്യുന്നതന്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കും. അപ്പം ജപ്തി നടപടിയാണെന്ന് പറഞ്ഞാലും നീ മനസ്സിൽ പറയണം, അത്യുന്നതന്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കും. ഒന്ന് പറഞ്ഞേ, നിന്നിൽ പ്രവർത്തിക്കും. എനിക്ക് ക്യാൻസർ ആണെങ്കിൽ നീ പറയണം, അത്യുന്നതന്റെ ശക്തി എന്നിൽ പ്രവർത്തിക്കും. അത്യുന്നതന്റെ ശക്തി എന്നിൽ പ്രവർത്തിക്കും. അതാണ് സംഭവം. ആ ഒരു വലിയ ദൈവികമായ രഹസ്യം മനുഷ്യരാശിയോട് പറയാൻ ദൈവത്തിന് കഴിഞ്ഞത് അമ്മ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലാണ് സംഭവിച്ചത്. അത് ദൈവം പറഞ്ഞു, അത്യുന്നതന്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കും. പിന്നീട് സെന്റ് പോൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ. എന്താണ്? ബലഹീനതയിലാണ് ഈ അത്യുന്നതന്റെ ശക്തി പ്രവർത്തിക്കുന്നത്. അത്യുന്നതന്റെ ശക്തി നിന്നെ പ്രവർത്തിക്കുമെന്ന് ലൂക്ക 1:35 പറയുമ്പോൾ എപ്പോഴാണ് അത്യുന്നതന്റെ ശക്തി പ്രവർത്തിക്കണമെന്ന് 2 കൊരിന്ത്യർ 12:9 പറയും സെന്റ് പോളിലൂടെ പരിശുദ്ധാത്മാവ്. എന്താ പറയണത്? അത്യുന്നതന്റെ ശക്തി ദൈവ പൈതല് നിന്നിൽ പ്രവർത്തിക്കണത് നിന്റെ ബലഹീനതയിലാണെന്ന്. കൈ അടിച്ചു കയർത്താണ്. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ബലഹീനതകളെ സമർപ്പിക്കുന്നു. ഓ ദൈവമേ, അത്യുന്നതനായ ദൈവമേ, ഞങ്ങളുടെ ബലഹീനതകളിൽ അവിടുത്തെ ശക്തി പ്രകടമാക്കണമേ. അവിടുത്തെ ശക്തി ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. എല്ലാ ബലഹീനതകളും സമർപ്പിക്കട്ടെ. എല്ലാ ബലഹീനതകളും സമർപ്പിക്കട്ടെ. കർത്താവിന്റെ ശക്തി നിറയട്ടെ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മ ശക്തി എന്നിൽ നിറയട്ടെ. ഒരുമിച്ച് എല്ലാവരും ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മ ശക്തി എന്നിൽ നിറയട്ടെ. കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് നിറയട്ടെ. കാണുന്ന വേറൊരു പുസ്തകമില്ല. അതാണ് ജീവൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് പൗലോസ് പറയണത്, ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞ് ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ബലഹീനമാകുന്ന സാഹചര്യങ്ങളിലെല്ലാം, ഇപ്പം കടമായാലും രോഗമായാലും എന്ത് തരത്തിലും നിൻ്റെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങളിലെല്ലാം നീ ഓട്ടോമാറ്റിക്കായിട്ട് ഈ വചനം ഓർക്കണം. ഏതാണ്? ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. 2 കൊരിന്ത്യർ 12:9-10 അതെ. അത് അങ്ങനെ ഇപ്പം ബലഹീനത വരുമ്പോൾ ഒരു വ്യക്തി എന്തുമാത്രം ദൈവത്തിൻ്റെ കൃപയിൽ ആണ് എന്ന് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് പറയണത് നിങ്ങൾക്ക് എന്ത് സമയം വചനം ഓർപ്പിക്കാൻ കിട്ടുന്നുവെന്നതിന് അനുസരിച്ചാണ്. മനസ്സിലായില്ലേ? ഇപ്പം നിന്നെ പെട്ടെന്ന് ജപ്തി നടപടിയാണെന്ന് ബാങ്കിൽ നിന്ന് വിളിച്ച് പറഞ്ഞു, ലേലമാണെന്ന് പറഞ്ഞു. നിങ്ങളുടെ വസ്തുവിന് ലേലമാണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മളൊരു സാധനം വന്ന് വീഴുമ്പോൾ പെട്ടെന്ന് നമ്മൾ താഴേക്ക് ഇരിക്കും. പക്ഷേ സ്പ്രിങ് പോലെ വീണ്ടും ചിലർ പഴയ രീതിയിൽ തന്നെ വരും. എന്താ കാര്യം എന്ന് വെച്ചാൽ ചില കൊടിയ വിശ്വാസികളുണ്ട്. ഞാൻ പുറത്തോട്ട് ഇറങ്ങിയാലും ഞാൻ ഇറങ്ങണത് തെരുവിലേക്കല്ല, കർത്താവിലേക്കാണ് ഞാൻ ഇറങ്ങണതെന്ന് ബോധമുള്ളവരുണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം, അവൻ വിശ്വസിക്കുന്ന ദൈവം ഇതിന് പദ്ധതി അവൻ്റെ ദൈവത്തിന് മനസ്സിലുണ്ട്. ഇനി എൻ്റെ സമയമെന്ന് പറയണത് കർത്താവിൻ്റെ പദ്ധതി വെളിവാക്കാനുള്ള സമയമാണ്. പക്ഷേ ഈ വചനം ആ സമയത്ത് ഒരുപക്ഷെ നീ പെട്ടെന്ന് നിൻ്റെ മനസ്സിൽ വരും, ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തി. ഇപ്പം ഞാൻ ബലഹീനനാണ്, ഇപ്പോഴാണ് ഞാൻ ശക്തനായിരിക്കണത്. പക്ഷേ അത് ഓർത്തെടുക്കണമെങ്കിൽ എന്ത് വേണം? പരിശുദ്ധാത്മാവ് വേണം. പരിശുദ്ധാത്മാവിനാണ് ഓർമ്മശക്തിയുടെ കാര്യങ്ങൾ ഇരിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവ് നിന്നെ പ്രവർത്തിക്കണമെങ്കിൽ
ഒരു വിഷയം എന്ന് പറയുന്നത് എല്ലാ വിഷയവും നീ ഈ ജഡിക നമ്മൾ ആത്മീയ മനുഷ്യരാകുമ്പോഴേ, അതായത് എല്ലാ വിഷയവും നമ്മൾ ജഡത്തിൻ്റെ രീതിയിൽ കാണാനും കേൾക്കാനും സമീപിക്കാനും വിലയിരുത്താനും ഒക്കെ തുടങ്ങിയാൽ സ്വാഭാവികമായി പരിശുദ്ധാത്മാവും നിർവീര്യമായി പോകും. നമ്മളെപ്പോഴും ബുദ്ധിയുള്ളവരായിരിക്കണം. എന്താ ബുദ്ധി? പ്രത്യേകിച്ച് സഹനകാലങ്ങളിൽ പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുത്. സഹനകാലങ്ങൾ എന്ന് പറയുമ്പോൾ സഹനകാലങ്ങളെന്ന് അച്ഛൻ പറയത്തില്ല, പ്രത്യാശയുടെ കാലങ്ങളെന്നാണ് ഞാൻ അതിനെ വിളിക്കണത്. എന്താ കാര്യം അറിയാവോ? എപ്പോഴായാലും നിൻ്റെ ദൈവം നിന്നെ സഹായിക്കും. ടൈമിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. എപ്പോഴായാലും നിൻ്റെ ദൈവം നിന്നെ സഹായിക്കും. പിന്നെ എന്താ വരണത്? അത് സമയത്തിൻ്റെ വിഷയം മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ. ആ സമയം വരെ നോക്കിപ്പാർക്കാനുള്ള ക്ഷമത നിനക്കുണ്ടാവണം. ആ ഒരു കാലഘട്ടത്തിലാണ് ഉടമ്പടി നമ്മളെ സഹായിക്കുന്നത്. പക്ഷേ ഉടമ്പടി ചില കാര്യങ്ങൾക്ക്, കാര്യം ദൈവത്തിന് നിൻ്റെ ഭൗതിക കാര്യങ്ങൾ നിറവേറ്റുന്നതിനേക്കാൾ പ്രാധാന്യം നിന്നിൽ പ്രത്യാശ എന്ന പുണ്യം നിറക്കുകയാണ് ദൈവിക ലക്ഷ്യമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ദൈവം അതിന് മുൻഗണന കൊടുക്കും. കാര്യം ദൈവം ഒരു വ്യക്തിയോട് ചോദിക്കണം 3 ചോദ്യങ്ങളുണ്ട്. എന്താണ് ചോദിക്കണത്? നീ എന്നെ വിശ്വസിക്കുന്നുവോ? രണ്ടാമത് ചോദിക്കണത് എന്താണ്? നീ എന്നെ പ്രത്യാശിക്കുന്നുവോ? മൂന്നാമത് ചോദിക്കണത് എന്താണ്? നീ എന്നെ സ്നേഹിക്കുന്നുവോ? മനസ്സിലായ? ഇപ്പം മരണം വരണേ നമ്മളിവിടെ ജീവിക്കുമ്പോൾ ഈ 3 ചോദ്യത്തിന് എപ്പോഴായാലും നമ്മൾ മറുപടി പറയേണ്ടി വരും. എന്താണ് ദൈവം ചോദിക്കണത്? എന്താണ്? നീ എന്നെ വിശ്വസിക്കുന്നുവോ? നീ എന്നെ വിശ്വസിക്കുന്നുവോ? പിന്നെ ചോദിക്കണത് എന്താണ്? നീ എന്നെ പരിശുദ്ധ പരമദിവ്യകാരുണ്യവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്തെങ്കിലും വിഷയത്തിൽ കാലം ലാഗ് ചെയ്യണമെന്ന് വിചാരിച്ചോ? ഇപ്പം 6 വിഷയമുണ്ടെന്ന് വിചാരിച്ചോ? 6 വിഷയത്തിൽ അച്ഛൻ്റെ അഭിപ്രായം ദൈവത്തിൻ്റെ പൈതലാണ് നീയെങ്കിൽ 2 വിഷയത്തിനെങ്കിലും വിഷയം ലാഗ് ചെയ്യാൻ സാധ്യതയുണ്ട്. ആധ്യാത്മിക ശാസ്ത്രം അനുസരിച്ചുകൊണ്ട് വിലയിരുത്തിയാൽ നമ്മൾ കണ്ടെത്തുന്ന ഒരു സത്യമാണ്, ഒരു അനുഭവ സത്യം. എന്താ? ചില വിഷയത്തിനെങ്കിലും ലാഗ് ചെയ്യും. ലാഗ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കാലതാമസം വരും ചില വിഷയത്തിന്. അത് കാലതാമസം വരുന്നത് നിന്നെ സങ്കടപ്പെടുത്താനോ വിഷമിക്കാനല്ല, നിന്നിൽ പ്രത്യാശ എന്ന പുണ്യമുണ്ടായി വർദ്ധിക്കാനാണ്. കൊന്തേ പ്രാർത്ഥിക്കുന്നത് അത് തന്നെയാണല്ലോ. പുത്രൻ തമ്പുരാൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ ദേവമാതാവേ, ഞങ്ങളിൽ പ്രത്യാശ എന്ന പുണ്യമുണ്ടായി വർദ്ധിക്കാൻ തിരുക്കുമാരോട് അപേക്ഷിക്കണമേ. കാര്യം എന്താണെന്ന് അറിയാവോ? പ്രത്യാശ എന്ന പുണ്യം നിത്യതയ്ക്ക് വേണ്ടിയുള്ള ആത്മാവിൻ്റെ കൃപ ആർജവുമായി ബന്ധപ്പെട്ടതാണ്. നിത്യതയുടെ പാക്കേജിൽ നിനക്ക് ബാലൻസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ബിസിനസ് മാത്രമേ ദൈവത്തിന് താല്പര്യമുള്ളൂ. അതുകൊണ്ട് നീ എന്ത് ബിസിനസ് ചെയ്താലും, എന്ത് വ്യാപാരങ്ങൾ, എന്തെങ്കിലും ഇടപാടുകൾ ദൈവമായിട്ടുണ്ടായാലും ദൈവം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? ഇതുകൊണ്ട് നെറ്റ് ഇഫക്റ്റിൽ ആത്മാവിൽ എന്ത് ഗുണമുണ്ടാകും? വിശ്വാസമെന്ന പുണ്യമുണ്ടാകുമോ അവശേഷിക്കണത്? കർത്താവ് ചോദിച്ചില്ലേ? എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ മനുഷ്യൻ്റെ ഹൃദയത്തിൽ വിശ്വാസം അവശേഷിക്കുമോ? ദൈവമൈതലേ, ദൈവം നിൻ്റെ ദൈവം നിൻ്റെ എന്ത് അവശേഷിക്കണമെന്നാണ് കരുതുന്നത്? വിശ്വാസം. നീ എന്ത് വിശ്വാസം ചെയ്താലും, നീ എന്ത് പ്രവർത്തനങ്ങൾ ചെയ്താലും, നീ എന്ത് പ്രാർത്ഥനയ്ക്ക് ഉത്തരത്തിന് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിച്ചാലും അതെല്ലാം നേടിക്കഴിയുമ്പോഴും ദൈവം നോക്കണ ഒരു നോട്ടമുണ്ട്. അത് നിൻ്റെ ഹൃദയത്തിൽ വിശ്വാസം അവശേഷിച്ചിട്ടുണ്ടാകുമോ എന്നാണ്. വിശ്വാസം അവശേഷിച്ചിട്ടുണ്ടാകുമോ എന്ന് ദൈവം ചോദിച്ചാൽ അടുത്ത ചോദ്യം എന്താണ്? പ്രത്യാശ അവശേഷിച്ചിട്ടുണ്ടാകുമോ എന്നാണ്. പ്രത്യാശ അവശേഷിച്ചിട്ടുണ്ടാകുമോ എന്ന് ദൈവം ചോദിച്ചാൽ അടുത്ത ചോദ്യം എന്താണ്? സ്നേഹം അവശേഷിച്ചിട്ടുണ്ടാകുമോ? ദൈവം നോക്കുന്നത് എന്താണ്? ദൈവിക പുണ്യങ്ങൾ. നിത്യതയ്ക്ക് നിന്റെ ജീവിതത്തിൽ എന്ത് പ്രസക്തി? നിത്യതയിൽ നിനക്ക് ഇന്ന് അനുഭവിക്കുന്ന കണ്ണീര് കൊണ്ട് ഇന്ന് കണ്ണീര് നീ വിതക്കുകയും അതുപോലെ ജയഘോഷത്തോടെ കൊയ്യുകയും ചെയ്യുമ്പോൾ നിത്യതയിലുള്ള ജയഘോഷത്തിന് ആസ്പദമായ കൃപയാൽ
നിൻ്റെ ആത്മാവ് ആക്കിയിട്ടുണ്ടോ, ആയിട്ടുണ്ടോ, ആകണമെങ്കിൽ അതിനുള്ള പ്രൊവിഷൻ കൂടി ഇട്ടുകൊണ്ടാണ് ദൈവം നിൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുന്നത്. കൊണ്ട് നീ സങ്കല്പപ്പെടേണ്ട കാര്യമില്ല. എപ്പോഴായാലും ഈ വിഷയ തീരുമാനം ഉണ്ടാകും. അപ്പോഴേ ദൈവത്തിൻ്റെ മനസ്സ് തന്നെയായിരിക്കണം നമുക്ക് ഉണ്ടാകണം. മനസ്സ് എന്താണ്? ദൈവത്തിൻ്റെ മനസ്സെന്താ? നമ്മൾ വിശ്വാസം അവശേഷിക്കണം, നമ്മൾ പ്രത്യാശ അവശേഷിക്കണം. ഇപ്പം പത്രോസിനോട് ചോദിച്ചില്ലേ, എന്നാ പത്രോസിനോട് ചോദിച്ചത്? നീ എന്നെ വിശ്വസിക്കുന്നുവോ? പിന്നെ എന്താ ചോദിച്ചത്? നീ എന്നെ പ്രത്യാശിക്കുന്നുവോ? പിന്നെ എന്താ ചോദിച്ചത്? നിന്നെ സ്നേഹിക്കുന്നു. അപ്പോൾ നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നോ ചോദിച്ചാൽ ആ ചോദ്യം മാത്രമേ ബൈബിളിൽ അതുപോലെ ഉള്ളൂ. ബാക്കിയെല്ലാം വരികൾക്കിടയിൽ നമ്മൾ വായിച്ചെടുക്കുന്നതാണ്. വായിച്ചെടുക്കണതല്ല, പരിശുദ്ധാത്മാവ് നമുക്ക് ചൂണ്ടിക്കാണിച്ച് തരണതാ. ഇപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 21:17 മൂന്നാം പ്രാവശ്യം ചോദിച്ചു, യോനായുടെ പുത്രനായ ശെമയോനെ, ഇവരെക്കാളെല്ലാം അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതുപോലെ ഒരു ചോദ്യമാണ് ഈശോ ആദ്യം ചോദിച്ച പത്രോസിനോട്. Whom do you say that I am? ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? അപ്പോൾ പത്രോസ് എന്നാ പറഞ്ഞത്? യു ആർ ക്രൈസ്റ്റ്, ദ സൺ ഓഫ് ദി ലിവിങ് ഗോഡ്. നീ ക്രിസ്തുവാണ്, ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിശിഹ. അപ്പോൾ ഈശോ എന്നാ പറഞ്ഞത്? ശെമയോനെ, മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തിയത്. അപ്പോൾ മത്തായിയുടെ സുവിശേഷം 16:18. എന്നിട്ട് ഈശോ വാക്ക് പറയും. എന്താണ്? യു ആർ റോക്ക്, ഇൻ ദിസ് റോക്ക് ഐ ഷാൽ ബിൽഡ് മൈ ചേർച്ച്. നീ പാറയാണ്. നീ എന്നിൽ വിശ്വസിച്ചുകൊണ്ട്, ഞാൻ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനാണെന്ന് നീ വിശ്വസിച്ചുകൊണ്ട്, ഈ വിശ്വാസം നിന്നെ എന്താക്കി മാറ്റിയിരിക്കുന്നു? പാറയാക്കി മാറ്റിയിരിക്കുന്നു. ചലിക്കാത്തവനാണ്, ചഞ്ചലിപ്പില്ലാത്തവനാണ്. ചഞ്ചലിപ്പില്ലായിരുന്നു, അവസാനം വരെ ഇല്ലായിരുന്നു. ചഞ്ചലിപ്പില്ലായിരുന്നു പത്രോസിന് അവസാനം വരെ. എന്താ കാര്യം എന്നറിയാവോ? അവനോട് വാളുറയിലിടാൻ പറഞ്ഞില്ലേ? എന്നിട്ട് അവൻ വാളുറയിൽ ഇട്ടോ? ഇട്ടു. നമ്മൾ 18:11 അവൻ പ്രധാന ആചാര്യനെ ഭൃത്യനെ വെട്ടിയപ്പോഴാണ് ഈശോ പറഞ്ഞത് വാളുറയിൽ ഇടാൻ. ഞാൻ എപ്പോഴും ഓർക്കുകയെ, കഴിഞ്ഞ ദിവസം അത് പറഞ്ഞായിരുന്നു. എന്താ കാര്യം എന്ന് അറിയാവോ? അത് യൂദാസിനോടാണ് പറയണമെങ്കിൽ ഈശോ പറയത്തില്ലായിരുന്നു. കാര്യം അവൻ വാളുറയിടത്തില്ലെന്നറിയാം. അവൻ ബുദ്ധി കൊണ്ട് ജീവിക്കുന്ന ആളാണ്. കാര്യം എന്താ? എല്ലാത്തിൻ്റെ കയ്യിൽ വാള്, അവൻ്റെ ശത്രുക്കളുടെ കയ്യിൽ. അവനെയാണ് ഇവൻ വെട്ടിയിരിക്കുന്നത്. അപ്പോൾ അവരുടെ കൈ മൊത്തം വാളിരിക്കുകയും ചെയ്യും. പത്രോസിൻ്റെ കയ്യിൽ ഉള്ള വാൾ കൂടി പോയി കഴിഞ്ഞാൽ അവരിവനെ അച്ചാറിടും. അതുകൊണ്ട് ഒരു കാരണവശാലും വാളിട ഉപേക്ഷിക്കത്തില്ല. പക്ഷെ പത്രോസ് കർത്താവ് പറഞ്ഞാൽ ജീവൻ പണയം വെച്ചും കർത്താവിൻ്റെ വചനത്തിന് തൻ്റെ ജീവനേക്കാൾ വില കൊടുത്തുകൊണ്ട് പത്രോസ് കർത്താവിനെ അനുസരിക്ക് വന്ന് യു ആർ റോക്ക്, ഐ ഷാൽ ബിൽഡ് മൈ ചർച്ച് എന്ന് ഈശോ പറഞ്ഞില്ലേ? അവൻ പാറയാണ്. അവൻ ജീവനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ വചനങ്ങൾ പാലിക്കുന്ന വിശ്വാസത്തിൻ്റെ പാറയാണ്. കൈയടിച്ച് കർത്താവ് ഒരുമിച്ച് എല്ലാവരും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോഴും നമ്മൾ എങ്ങനെയാണ് പാറയായി മാറണത്? നമ്മൾ റിസ്ക് എടുത്ത് കർത്താവിൻ്റെ വചനം പാലിച്ചാൽ നമ്മളും പാറയായി മാറും. പറഞ്ഞ മനസ്സിലായല്ലേ? പത്രോസ് മാത്രം പാറയായതുകൊണ്ട് നമുക്ക് വല്ല പ്രയോജനമുണ്ടോ? ദൈവത്തിനും പ്രയോജനമില്ല. ദൈവം പത്രോസിനെ പാറയാക്കി ഉയർത്തി ഒരു മാതൃകയാക്കി മാറ്റുമ്പോൾ ദൈവം ഉദ്ദേശിക്കേണ്ടത് എങ്ങനെയാണ്? ദൈവത്തിലെ എല്ലാവരും പാറയായി മാറണം. എപ്പോഴാണ് പാറയായി മാറണത്? ഏതെങ്കിലും വചനം
നമ്മളുടെ റിസ്ക് എടുത്തുകൊണ്ട് സാഹസികമായി നഷ്ടം സഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ വചനത്തിൽ നിലനിൽക്കുമ്പോഴും നിറവേറ്റുമ്പോഴും വി വിൽ ബി ബിക്കം റോക്ക്. സ്തുതിയുടെ ഹല്ലേലൂയ. നമ്മൾ പാറയെ പോലെയാകും. സ്തുതിയുടെ ഹല്ലേലൂയ, 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 ഒരുമിച്ച് എല്ലാവരും എൻ ജീവനെ കാണും നീ വലിയതാണെനിക്ക്. പരിശുദ്ധ പരാരാധന, കരങ്ങൾ വീശിക്കൊണ്ട് ആരാധന, 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 യേശുവേ, ആരാധന, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. മക്കളെ, ഈശോ എന്നാ പറയണത്? പത്രോസിനെ പോലെ നമുക്കും വിശ്വാസിയാകാം എന്നല്ലേ പറയണത്, ഇല്ലേ? അതിൻ്റെ പോംവഴികളാണ്. അതായത് പത്രോസ് ഈശോയുടെ വാക്കുകൾക്ക് ജീവനേക്കാൾ വില കൊടുത്തപ്പോഴേ പത്രോസ് ഈശോയുടെ വിശ്വാസം പിടിച്ചു പറ്റി. ദൈവവേദലേ, നീയും ഞാനും ദൈവത്തിൻ്റെ വിശ്വാസം പിടിച്ച് പറ്റണം. വിശ്വാസം മാത്രം പിടിച്ച് പറ്റിയാൽ പോരാ. വിശ്വാസം കഴിയുമ്പോൾ ദൈവം അടുത്ത ചോദ്യം ചോദിക്കും. എന്താണ്? നീ എന്നിൽ ശരണപ്പെടുന്നുവോ? ശരണമെന്ന് പറയുന്നത് എന്താ? പ്രത്യാശ, പുണ്യം. നീ എന്നിൽ വിശ്വാസത്തിൽ നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ അടുത്ത ചോദ്യം വരും. എന്താ? നീ എന്നിൽ ശരണപ്പെടുത്തും. നീ എന്നിൽ ശരണപ്പെടുന്നുവോ? ദൈവത്തിനെ നിൻ്റെ ഓരോ വിഷയങ്ങൾ താമസിക്കണില്ലേ ചില കാര്യങ്ങൾ. അപ്പോൾ നീ പറയും നമ്മുടെ കുടുംബത്തിൻ്റെ ദോഷമാണ്, എൻ്റെ അശുദ്ധി കൊണ്ടായിരിക്കും എന്നൊക്കെ ചുമ്മാ കള്ളത്തരം. അതൊന്നുമല്ല. നീ പ്രത്യാശ എന്ന പുണ്യത്തിൻ്റെ പാഠശാലയിലാണ്. കർത്താവ് നിന്നെ ശരണം പഠിപ്പിക്കുക. കർത്താവ് പണ്ട് പത്രോസിനോട് ചോദിക്കണില്ലേ, ശിഷ്യന്മാരോട് ഒക്കെ ചോദിച്ചായിരുന്നു. എന്താ? നിങ്ങൾക്കും പോണമെന്നുണ്ടോ? അതാണ് ശരണത്തിൻ്റെ പാഠശാല. കർത്താവിൻ്റെ പ്രബോധനങ്ങൾ ഇത്തിരി കട്ടിയായി. എന്താ? കോംപ്രമൈസ് ചെയ്യാൻ ആൾ തയ്യാറായില്ല. എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണവും എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ് എന്ന് പറഞ്ഞു. എൻ്റെ ശരീരം ഭക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ കൂടെ നിന്ന കുറേ ആൾക്കാർക്ക് മനസ്സിലായി ഈ പ്രബോധനം കഠിനമാണ്, ആർക്കിത് സഹിക്കാൻ പറ്റും. അതുകൊണ്ട് അവർ 1 by 1 അവിടുന്ന് വിട്ടുപോകുന്നു. അപ്പോൾ ശിഷ്യന്മാർ എല്ലാവരും പോയപ്പോഴേ 1072 ശിഷ്യന്മാരുണ്ടായിരുന്നു, ഇല്ലേ? അപ്പോസ്തലന്മാരുടെ കർത്താവ് ചോദിച്ചു, നിങ്ങൾക്കും കഠിനമായി തോന്നുന്നുണ്ടോ? ചില സമയത്ത് ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കഠിനമായി തോന്നും. ദൈവപൈതലേ, എന്നെങ്കിലും നിൻ്റെ കർത്താവിൻ്റെ വചനം നിറവേറ്റാൻ നിനക്ക് കഠിനമായി തോന്നിയാൽ യു ആർ ഇൻ ദ യൂണിവേഴ്സിറ്റി, ഇൻ ദ ക്ലാസ് റൂം ഓഫ് ഹോപ്പ്. നീ ദൈവത്തിൻ്റെ പ്രത്യാശയുടെ പാഠശാലയിൽ കർത്താവിൻ്റെ ഗുരുമുഖത്തിരിക്കുകയാണ്. അല്ല, യു ആർ നോട്ട് ഔട്ട്. നീ പുറത്തായിട്ടില്ല. കർത്താവിൻ്റെ വചനങ്ങൾ പാലിക്കാൻ എപ്പോഴെങ്കിലും നിനക്ക് കഠിനമായി തോന്നിയാൽ യു മസ്റ്റ് റിയലൈസ് ദാറ്റ് യു ആർ നോട്ട് ഔട്ട്. നീ തിരിച്ചറിയണം, നീ പുറത്തല്ല, ബട്ട് യു ആർ ഇൻ ദ ക്ലാസ് റൂം ഓഫ് ഹോപ്പ്. നീ കർത്താവിൻ്റെ പ്രത്യാശയുടെ പാഠശാലയിലാണ്. ഈ പാഠം കഴിയുമ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ ശരണമുള്ളവളായി കർത്താവ് നിന്നെ കണ്ടെത്തും. അപ്പോൾ അങ്ങനെയാണ് പത്രോസ് ചോദിക്കണത്. എന്ത് ചോദിക്കും? കർത്താവേ, ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? യോഹന്നാന്റെ സുവിശേഷം 6:68. യോഹന്നാൻ 6:68. ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലാണല്ലോ. അതുകൊണ്ടാണ് പത്രോസ് പണ്ട് പറഞ്ഞത്. എന്താണ്? അവൻ വാള് ഉറയിലിടാൻ പറഞ്ഞപ്പോൾ അവൻ വാള് ഉറയിലിട്ടത് എന്താണ്?
അവൻ്റെ ജീവനേക്കാൾ യേശു ക്രിസ്തു ആശ്രയിക്കുമ്പോൾ പത്രോസ് കാണുന്നൊരു ജീവനുണ്ട്. ആ ജീവന്റെ പേരാണ് നിത്യജീവൻ. അത് നൽകാൻ യേശുവിനെ കഴിയൂ. കൈയടിച്ച് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, നിത്യജീവൻ അങ്ങയുടെ പക്കലാണല്ലോ. വിശ്വാസത്തോടുകൂടി പത്രോസ് പറഞ്ഞതേ ആത്മചൈതന്യത്തോടുകൂടി ഇപ്പോൾ കരങ്ങൾ ഉയർത്തി വചനമായ ദൈവമേ, അഭിഷേകമായി, പ്രബോധനമായി, ശക്തിയായി, സൗഖ്യമായി, മാനസാന്തരമായി ഞങ്ങളിൽ വന്ന് നിറയുന്നതിനെ ഓർത്ത് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആരാധന. ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. പാടാം. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. വിശ്വാസത്തോടെ പാടാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമക്കളെ, എന്നാ ഈശോ പറഞ്ഞത്? ചില കാര്യങ്ങൾ ലാഗ് ചെയ്യുമ്പോൾ, ചില വിഷയങ്ങൾ താമസിക്കുമ്പോൾ കർത്താവ് നിൻ്റെ പ്രത്യാശയെ അളക്കുന്നു എന്നുള്ളതാണ്. ആ പ്രത്യാശയുടെ പരീക്ഷ നീ എഴുതുന്നു എന്നുള്ളതാണ്. അപ്പം നീ പത്രോസിനെ പോലെ പ്രഖ്യാപിക്കണം. മക്കളെ, എല്ലാം പ്രഖ്യാപനമാണ് കേട്ടോ. വിശ്വാസ ജീവിതത്തിൽ യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ എല്ലാം പ്രഖ്യാപനമാണ്. എന്താ പ്രഖ്യാപനം? വിശ്വാസം പ്രഖ്യാപിക്കണം, പ്രത്യാശ പ്രഖ്യാപിക്കണം, ദൈവസ്നേഹം പ്രഖ്യാപിക്കണം. പ്രഖ്യാപിച്ചില്ലെങ്കിൽ കർത്താവ് വകുപ്പുണ്ടാക്കി പ്രഖ്യാപിപ്പിക്കും. കർത്താവ് നിന്നോട് ഇഷ്ടമാണെങ്കിൽ. അതുകൊണ്ടാണ് പത്രോസിനോട് ചോദിക്കുന്നത്, ഡു യു ലവ് മീ മോർ ദാൻ ഓൾ? എല്ലാവരെക്കാൾ ഉപരിയായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? 3 വട്ടം ചോദിച്ചപ്പോൾ 3-ാം വട്ടം പത്രോസ് പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്കറിയാം. പിന്നെ പറഞ്ഞ് എല്ലാം അറിയാമെന്ന് പറഞ്ഞു. എല്ലാം അറിയാമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ? കർത്താവ് ഒരു പ്രാവശ്യം പത്രോസിനെ തള്ളി പറഞ്ഞായിരുന്നു. കർത്താവ് പത്രോസിനെ തള്ളി പറഞ്ഞില്ലേ? നിൻ്റെ വാള റോയിൽ ഇടാൻ പറഞ്ഞില്ലേ? എന്നിട്ട് കർത്താവ് ശത്രുപക്ഷം ചേർന്നില്ലേ? അവന് ചെവി വെച്ച് കൊടുത്തില്ലേ? അത് ഒട്ടിപ്പിടിച്ചില്ലേ അവിടെ? അപ്പോൾ കർത്താവ് ശത്രുവിൻ്റെ ആൾക്കാരുമായി, പത്രോസ് ഒറ്റക്കുമായി. ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ ചില സമയത്ത് ദൈവം നമ്മളെ ഒറ്റപ്പെടുത്തും. ആ ഒറ്റപ്പെടുത്തുന്ന സമയമാണ് സ്നേഹത്തിൻ്റെ സമയം. അല്ലാതെ നിൻ്റെ കുടുംബത്തിൽ ദോഷമുണ്ട്, നിൻ്റെ പാപമാണ്, ദൈവം നിനക്ക് ശാപമാണെന്ന് പറഞ്ഞുകൊണ്ട് മണ്ടത്തരമൊന്നും പറയരുത്. ദൈവം പോലും നമ്മൾ ഒറ്റപ്പെടുത്തുന്ന ഒരു സമയം വന്നാൽ അതാണ് നീ തിരിച്ചറിയണം. എന്താണ്? അതാണ് ദൈവസ്നേഹത്തിൻ്റെ സമയം. എല്ലാവരും എന്നെ ഇട്ടേച്ചും പോണ കാലം വരും. ഞാൻ ഒറ്റക്കല്ല, പിതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവസാനം പിതാവ് തന്നെ ഈശോനെ ഉപേക്ഷിച്ചു ഇല്ലേ? അതാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിന് ജ്ഞാനവരത്താൽ പിതാവ് ദൈവം തന്നെ ഉപേക്ഷിച്ചെന്ന് തോന്നിപ്പോയാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ സമയമാണ് ദൈവം ഏറ്റവും കൂടുതൽ സ്നേഹിക്കണ സമയം. അതുകൊണ്ട് അത് പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുത്തിട്ടാണ് പിരിഞ്ഞു പോയത്. ജീസസ്, നൗ the time is time of submission. You command your spirit. നിൻ്റെ ആത്മാവിനെ സമർപ്പിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈശോ പറഞ്ഞു, അപ്പായെ ഞാൻ കാണുന്നില്ല, കരിമുഖവും എൻ്റെ ആയുസിൻ്റെ മരണത്തിൻ്റെ നിറവുമായി നിൽക്കുക. എങ്കിലും എനിക്കറിയാം അപ്പാ ഏറ്റവും കൂടുതൽ എന്നെ സ്നേഹിക്കുന്ന സമയമാണ് ഇതെന്ന് ആത്മാവ് എന്നോട് പറഞ്ഞിട്ടാണ് പിരിയാൻ പോകുന്നതപ്പാ. അപ്പൻ്റെ കൈകളിലേക്ക് എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കണമെന്ന്. അതാണ് ഏറ്റവും വലിയ ടൈം. ദൈവവേദനേ, ദൈവം പോലും നിന്നെ ഉപേക്ഷിച്ചെന്ന് നിനക്ക് തോന്നിയാൽ ദാറ്റ്സ് ടൈം. അതാണ് ടൈം, അതാണ് സമയം. ആ സമയത്തെക്കുറിച്ചാണ് ഈശോ പറഞ്ഞത്, എൻ്റെ സമയം ഇനിയും ആഗതമായിട്ടില്ലെന്ന്. യോഹന്നാൻ 12:13. The hour has not yet come. എൻ്റെ സമയം ഇപ്പോഴും ആയിട്ടില്ല. ഏതാണ് ആ സമയം? പിതാവ് കൈവിട്ട സമയം. ഏതാണ് സമയം? പിതാവ് മഹത്വപ്പെടുത്തിയ സമയം. പിതാവ് കൈവിട്ട സമയമാണ് പിതാവ് മഹത്വപ്പെടുത്തിയ സമയമെങ്കിൽ ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ സമയം എന്താണ്? കൈവിട്ട സമയമല്ലേ? അതറിയണമെങ്കിൽ ആരോട് ചോദിക്കണം? ലോകത്തിലെ യേശു ക്രിസ്തുവിനോട് കൈ അടിച്ചു കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ഞങ്ങളെ കൈവിട്ടു പോകുന്ന അവസ്ഥകളുണ്ട്. കർത്താവേ, ഞങ്ങൾ
ഞെരിക്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്. സഹനത്തിന്റെ ചീച്ചൂലയില് വെന്തരിയുന്ന സമയങ്ങളുണ്ട്. ആരെ കർത്താവേ, രക്ഷയില്ലാത്ത നിലക്കരങ്ങളില് ഞങ്ങൾ സങ്കടത്തിൽ കഴിയുന്ന സമയങ്ങളുണ്ട്. ഈശോയെ, ആ നിമിഷങ്ങളെ മുഴുവനും സങ്കടങ്ങളെ മുഴുവനും സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സന്തോഷമായിട്ട് എഴുന്നേൽക്കുക. അരിസസ് രോഗങ്ങളെ, ബ്ലീഡിങ്ങുമായി ബന്ധപ്പെട്ട് ബ്ലീഡ് ചെയ്യണ എല്ലാ രോഗങ്ങളെയും കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ശ്രദ്ധിക്കുക മക്കളെ, സന്തോഷമായിരിക്കുക. ബ്ലീഡ് ചെയ്യുന്ന എല്ലാ രോഗങ്ങളെയും നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ കഴിയും. അടുത്ത കൂട്ടായ്മകളൊക്കെ വരുമ്പോൾ എൻ്റെ മക്കൾക്ക് സാക്ഷ്യം പറയാൻ കഴിയും. നമ്മളിപ്പോൾ കുരിശിക്കണ്ട് ഞാൻ സ്നേഹത്തെ എന്നൊരു പാട്ട് പാടി അഭിഷേകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈശോ പറഞ്ഞതാണ് കുറേ ബ്ലീഡിങ്, അരസസ് ഉൾപ്പെടെ പിസ്തുലായാലും ഇനി പലതരത്തിലുള്ള സഹോദരികൾക്കുണ്ടാകുന്ന പലതരത്തിലുള്ള ബ്ലീഡിങ് ആയാലും ശരി, ബ്ലീഡിങ് ആയിരുന്ന എല്ലാ, അത് ആന്തരികമായ രക്തസ്രാവമായാലും ബാഹ്യമായ രക്തസ്രാവമായാലും കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഈശോ 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 കർത്താവേ സ്പർശിക്കണമേ, കർത്താവേ സ്പർശിക്കണമേ, കർത്താവേ സ്പർശിക്കണമേ. അസ്ഥിരോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അസ്ഥിരോഗികൾ, വാതരോഗികൾ ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ ഈശോ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ അസ്ഥിരോഗികൾ, വാതരോഗികൾ, രക്തഓട്ടമില്ലാതെ മരവിച്ചു പോയ കോശങ്ങൾ, രക്തം പമ്പ് ചെയ്യാത്ത ഹൃദയഭാഗങ്ങൾ, ആന്തരിക ഭാഗങ്ങൾ. ഈശോ 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 വാതരോഗികളെ സ്പർശിക്കണമേ കർത്താവേ. ഈശോ മരവിച്ച കോശങ്ങൾ, രക്തോട്ടമില്ലാത്ത ഞരമ്പുകൾ, കരരോഗങ്ങൾ, ഹൃദയരോഗങ്ങൾ, വാതരോഗങ്ങൾ യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. വാതരോഗങ്ങൾ സുഖപ്പെടുത്തുന്നവർ നന്ദി പറയുന്ന കർത്താവേ, രക്തോട്ടമില്ലാത്ത അവസ്ഥകളിലെ മേൽ ഓ ദിവ്യകാരുണ്യമേ സൗഖ്യം വർഷിക്കുന്നതിനവർ നന്ദി പറയുന്നു. ഹല്ലേലൂയ. കരങ്ങൾ അടിച്ചുകൊണ്ട് സന്തോഷത്തോടെ വേണം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഒഴിച്ചുണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, അസ്ഥിക്കുഴകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇപ്പോഴേ നിങ്ങളുടെ സന്ധിബന്ധങ്ങളില്ലേ, അതുപോലെ തന്നെ അസ്ഥിക്കുഴകൾ, ജോയിൻസിന് അവിടെ പെയിനുള്ളവർ അവിടെ കൈവെക്കേണ്ടതാണ്. മുട്ടിലായാലും ശരി, കണ്ണയ്ക്കായാലും ശരി, എവിടെയാണ് വേദന ഉള്ളത് അവിടെ കൈവെക്കണം. കൈ എത്തണില്ലെങ്കിൽ ഒരു കാലെങ്കിലും കൊണ്ട് പാദത്തെങ്കിൽ, ഒരു പാദത്തിൻ്റെ ജോയിൻസിന് പെയിനാണെങ്കിൽ നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ മറ്റേ പാദം കൊണ്ട് അവിടെ സ്പർശിച്ചാൽ മതി. ആ നടുവേദന ഉള്ളവർ അവിടെ കൈവെക്കുക. അസ്ഥിക്കുഴകളും തോള് വേദനയുള്ളവർ, തോള് കഴപ്പുള്ളവർ, അസ്ഥിവേദനയുള്ളവർ, സ്പോണ്ടിലോസിസുകാർ അവിടെ എല്ലാം കൈവെക്കുക. പിൻകഴുത്തിന് വേദന ഉള്ളവർ കർത്താവിൻ്റെ നാമത്തിൽ കൈവെക്കുക. അസ്ഥിക്കുഴകളും പേശിബന്ധങ്ങളിലും മാംസപേശികളിലും രക്തഞരമ്പുകളിലുമൊക്കെ കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കുന്ന സമയമാണ്. അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഈശോ 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 കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. ഈശോ
സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, അസ്ഥിവേദനകൾ, പേശിവേദനകൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, അസ്ഥിരോഗങ്ങൾ സുഖപ്പെടുന്നതിനെ നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. കരങ്ങൾ അടിച്ചുകൊണ്ട് പാടട്ടെ, കൈയടിച്ചുകൊണ്ട് പാടട്ടെ എല്ലാവരും. കരങ്ങൾ ഉയർത്തി അടിച്ചോട്ടെ, കൈകൾ ഉയർത്തി. ആമേൻ, ആമേൻ. പ്രിയ മക്കളെ, വയറിന് ഉദര രോഗങ്ങളെ കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണ്. ഈശോ കാണിക്കുന്ന ഓരോ അവയവങ്ങളാണ് അച്ഛൻ പ്രാർത്ഥനയ്ക്ക് വെക്കുന്നത്. ഇപ്പോഴും ഉദര രോഗങ്ങളുള്ളവരുണ്ട്. ഉദര രോഗങ്ങളെന്ന് പറയുമ്പോൾ ഉള്ളിലെ വേദനയുള്ളവർ, ഉള്ളിലെ ക്യാൻസർ ഉള്ളവർ, അതുപോലെ തന്നെ ഉള്ളിലെ കുടലിൽ പുണ്ണുള്ളവർ, അൾസർ രോഗികൾ, അത് കുടലുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് രോഗങ്ങളുള്ളവർ, ഭക്ഷണം കഴിച്ചാൽ പെട്ടെന്ന് വയറ് വീർക്കുന്നവരുണ്ടാകും, ചിലപ്പോൾ ഉദരത്തിൽ നീര് കെട്ടി കിടക്കുന്നവരുണ്ടാകും, ഉദരത്തിലെ ആന്തരിക അവയവങ്ങൾക്ക് ഏതെങ്കിലും ഡാമേജ് ഉള്ളവരുണ്ടാകും, അതിൻ്റെ പേര് നീരുള്ളവരുണ്ടാകും, അതുകൊണ്ട് ഉറക്കമില്ലാത്തവരും ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവരുണ്ടാകും. ദയവായി ഉദര രോഗികൾ അവരുടെ കൈകൾ ഉദരത്തെ വെച്ചുകൊണ്ട് ശ്രുതിക്കട്ടെ, എല്ലാവരും ശ്രുതിക്കട്ടെ. കർത്താവേ, കർത്താവേ, ഉദര രോഗികളെ സ്പർശിക്കണമേ കർത്താവേ, ഉദര രോഗികളെ സ്പർശിക്കണമേ കർത്താവേ, ഉദര രോഗികളെ സ്പർശിക്കണമേ കർത്താവേ, ഉദര രോഗികളെ കർത്താവേ. ഉദരത്തിന് അടി കൊണ്ടവരെ, ഹേമം കൊണ്ടവരെ, ആന്തരിക അവയവത്തിന് കർത്താവെ കേടുപാട് വന്നവരെ, മാരക രോഗികളെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഉദര രോഗങ്ങൾ സൗഖ്യപ്പെടുന്നതിനെ ഓർത്ത്, മാരക രോഗങ്ങൾ സൗഖ്യപ്പെടുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു, ആരാധന. ആമേൻ. എല്ലാവരും ദേഹം ദേഹി ആത്മാവിൻ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിടും. ചേർന്ന് പാടാം. ദേഹം ദേഹി ആത്മാവിൻ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിടും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴേ ഉദരത്തിന് നമ്മൾ വിചാരിക്കാത്തൊരു വിഷയത്തിലേക്കാണ് കർത്താവിൻ്റെ സൗഖ്യം അടയാളപ്പെടുത്തി കാണിക്കണത്. രോഗങ്ങളെ ഈശോ സുഖപ്പെടുത്തുമ്പോൾ തന്നെ ഉദരത്തിന് അടി കിട്ടിയവരുണ്ട്, ചവിട്ട് കിട്ടിയവരുണ്ട്. അടിയും ചവിട്ടും ഹേമവും അല്ലെങ്കിൽ ഉദരം തട്ടി വീണവർ, അവിടെ അക്കാലങ്ങളിൽ അതങ്ങനെ സംഭവിച്ച സമയത്ത് ചെറിയ കറുപ്പ് നിറവും ചെറിയ വയലറ്റ് നിറവും ഉണ്ടായിരുന്നു. പിന്നീട് മരുന്ന് കഴിച്ചേക്കേണ്ടത് മാറിയെങ്കിലും ആന്തരിക അവയവത്തിന് ഡാമേജ് മാറിയിട്ടില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നീര് കെട്ടും. ആ ഉദരത്തെ കർത്താവ്, അങ്ങനെയുള്ളവരെ കർത്താവ് പൂർണ്ണമായി ഇപ്പോഴും സുഖപ്പെടുത്തിയിരിക്കുക. ഹല്ലേലൂയ. ഹൃദയ രോഗികളെ, കരൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കിഡ്നി രോഗികൾ, തൈറോയിഡ് രോഗികൾ, ടോൺസൈൻ രോഗമുള്ളവർ, അതുപോലെ തന്നെ നടുവേദനക്കാർ, വെരിക്കോസിൻ്റെ അസുഖമുള്ളവർ, വിസർപ്പ രോഗികൾ, അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എല്ലാ സോറിയാസിസ് രോഗികളെയും വിശുദ്ധ രക്തത്താൽ കഴുകണമേ. കിഡ്നി രോഗികളെ, കിഡ്നി കല്ലുള്ളവരെ, ക്രിയാറ്റിൻ കൂടുതലുള്ളവരെ,
കിഡ്നിയെ അങ്ങ് കഴുകണമേ. കിഡ്നിയാൽ കഴുകണമേ. കല്ലുകളെ പൊടിച്ച് കല്ലുകളെ കുറിച്ച് മൂത്രത്തിലൂടെ ഒഴുക്കിക്കളയണമേ. ഓട്ടത്തിലൂടെ ഒഴുക്കിക്കളയണമേ. കർത്താവേ, കർത്താവേ, രക്തദൂഷ്യമുള്ളവര്, രക്തദോഷമുള്ളവര്, ഉദര രോഗികള്, ഉദരരോഗികള്, ആമാശയ രോഗികള്, ആമാശയ രോഗികള്, ഗർഭാശയത്തിൽ മുഴയുള്ളവര്, ഗർഭാശയത്തിൽ മുഴയുള്ള, ഗർഭാശയ സിസ്റ്റുള്ളവര്, ഗർഭാശയമുള്ളവര്, യേശുക്രിസ്തു നാമത്തില് മാരക രോഗങ്ങള്, രോഗങ്ങള്, കരൾ രോഗങ്ങള്, കരൾ രോഗങ്ങള്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തില് സൗഖ്യം പ്രാപിക്കട്ടെ. പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, മാരക രോഗങ്ങള്, കിഡ്നി രോഗങ്ങള്, കരൾ രോഗങ്ങള് അങ്ങ് സുഖപ്പെടുത്തനെ ഓർത്ത് നന്ദി പറയുന്നു. വിദൂരങ്ങളിൽ നിന്ന് ഇപ്പോൾ രോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരെ അങ്ങ് സൗഖ്യപ്പെടുത്തനെ നന്ദി പറയുന്നു. ഉടമ്പടി എടുത്ത് രോഗം സമർപ്പിച്ചിട്ടുള്ളവരെ അങ്ങ് സൗഖ്യപ്പെടുത്തനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ആരാധന. ഹല്ലേലൂയ. കൂടാതെ പ്രാർത്ഥിക്കാം, കരങ്ങൾ അടിച്ചുകൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. എല്ലാവരും കൂടാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കും, രോഗിക്ക് സൗഖ്യമാണ്. എല്ലാവരും നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കും, രോഗിക്ക് സൗഖ്യമാണ്. പ്രിയമുള്ളവരെ, ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചപ്പോഴും ഇതുമായിട്ട് ജസ്റ്റ് ഡയറക്റ്റ് ബന്ധമില്ലാത്തൊരു വിഷയം പ്രാർത്ഥിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് തോന്നിച്ചിരിക്കുന്നത് ജീവിതമാർഗമാണ്. അത് ഒത്തിരി പേരെ ബാധിക്കുന്ന വിഷയമാണെന്ന് കരുതുന്ന അങ്ങനെ ഒരു ആശയം, ജീവിതമാർഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു ആന്തരിക നിർബന്ധ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ സാക്ഷ്യം പറയാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ അടയാളങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ദൈവം നൽകും. ജീവിതമാർഗം കൊണ്ട് ജീവിതമാർഗം മുട്ടിപ്പോയവരുണ്ട്, സാമ്പത്തികമായ കടത്തി ചെന്നവർ, വരുമാന മാർഗങ്ങളില്ലാത്തവർ, ഉള്ള വരുമാന മാർഗം കൊണ്ട് ജീവിക്കാൻ പറ്റാത്തവർ, ജോലിക്ക് വേണ്ടി അന്വേഷിക്കുന്നവർ, ജോലി നഷ്ടപ്പെട്ടവർ, ഉള്ള ജോലി കൊണ്ട് ശമ്പളം കിട്ടാത്തവർ, വരുമാനം കിട്ടാത്തവർ, കടങ്ങൾ കൂടിപ്പോയവർ, പുതിയ വരുമാന മാർഗങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവർ, കർത്താവേ, ഈശോ ഈശോ ജീവിതമാർഗങ്ങളെ സ്പർശിക്കണമേ. ജീവിതമാർഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ ജീവിതമാർഗം തെളിഞ്ഞ് ലഭിക്കട്ടെ. സാക്ഷ്യം പറയാൻ അങ്ങനെ മക്കളെ കർത്താവേ അർഹരാക്കണം. ഹല്ലേലൂയ. കരങ്ങൾ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, നഷ്ടപ്പെട്ട ജോലി തിരിച്ചു കിട്ടി നന്ദി പറയുന്നു. കർത്താവേ, അധ്വാനത്തെ ആശീർവദിച്ച് വരുമാന മാർഗങ്ങള് ശക്തിപ്പെടുത്തൽ നന്ദി പറയുന്നു. കർത്താവേ, ഹല്ലേലൂയ. കുടുംബത്തിന്റെ ദാരിദ്ര്യത്തെ ഏറ്റെടുക്കുന്ന നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ചു ഭാരങ്ങൾ വഹിക്കുന്നവൻ, ആമേൻ, ആമേൻ.